ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ഫോർമുല കൗണ്ട് എ, കൗണ്ട് ഇഫ്, സം ഇഫ് ആൻഡ് വിലുക്കപ്പ്. അപ്പോൾ ഇത്രയും ഫോർമുലകൾ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ സംസാരിച്ചതാണ്, അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കിയതാണ്. പക്ഷേ ഇന്നും നമ്മളത് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഫോർമുല അറിയാമെങ്കിലും അത് പല സിനാരിയോയിൽ അല്ലെങ്കിൽ പല സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ ഫോർമുല യൂസ് ചെയ്യുക എന്നും നമുക്കത് ഏതൊക്കെ വർക്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് പ്രോഗ്രാം നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫയലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കൗണ്ട് എ വെച്ചിട്ടാണ് നമുക്ക് ഈ എത്ര എംപ്ലോയീസ്, ഹൗ മെനി എംപ്ലോയീസ് ഇൻ ലിസ്റ്റ്, ഈ ലിസ്റ്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളതിനാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് കൗണ്ട് എ എന്ന് ചേർത്ത് കൊടുത്തു. വലിയ അക്ഷരത്തിൽ എഴുതാ ഈക്വൽ ടു കൗണ്ട് എ എന്ന് ചേർത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ഭാഗം നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്നതാണ്. ബ്രാക്കറ്റ് ഞാനിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിതിൽ 14 എംപ്ലോയീസാണ് ഇതിൽ വരുന്നത്. പിന്നെ ഹൗ മെനി എംപ്ലോയീസ് വർക്ക് ഇൻ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് അതേപോലെ തന്നെ ഫിനാൻസിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് കാണാം. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് മാർക്കറ്റിംഗ് എന്നുള്ളത് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻസിങ് എന്നുള്ളതും ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. അതിൽ രണ്ടിലും കൂടി എത്ര എംപ്ലോയീസാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ടത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് എന്ന ഭാഗത്ത് എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഫോർമുല അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് കൗണ്ട് ഈഫ് എന്നുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം റേഞ്ച് എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, ഈ റേഞ്ച് ഈ ഭാഗം സെലക്ട് ചെയ്യാം. ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് ഏതാണോ നമുക്ക് അവിടെ കാണേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിംഗ് ആണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, മാർക്കറ്റിംഗ് കൊടുത്തു. അപ്പോൾ അവിടെ 7 നമുക്കിതിൽ ടോട്ടൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 7 എംപ്ലോയീസാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഫിനാൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് എഗെയിൻ ഞാനിവിടെ കൗണ്ട് ഇഫ് എന്ന് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫിനാൻസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റത്തെയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഫിനാൻസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 സ്റ്റാഫാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ബ്ലോസം കെ ഫോക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏണിംഗ് എത്രയെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരണം. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഏണിംഗ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വിലുക്കപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് വിലുക്കപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ലുക്കപ്പ് വാല്യൂ, അതിനുശേഷം നമുക്ക് ടേബിൾ ഓഫ് അറേ, ഈ ടേബിൾ ഓഫ് അറേ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണോ അവിടുന്ന് ഫസ്റ്റ് വരുന്ന രൂപത്തിലായിട്ട് സെലക്ട് ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ എംപ്ലോയി ഐ ഡി ഫസ്റ്റ് വരുന്ന രൂപത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ഇവിടുന്ന് ഫസ്റ്റ് വരുന്ന രൂപത്തിലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. എംപ്ലോയി ഐ ഡി ആണ് ഇവിടുന്നാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ആൻസർ കറക്റ്റായിട്ട് വരില്ല. ഇനി എന്ത് ചെയ്യാം, ഇവിടെ വന്ന് കോള ഇൻഡെക്സ്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്തെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏണിംഗ് ആണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഏണിംഗ് എന്ന് പറയുന്നത് 1 2 3 4 5 അഞ്ചാമത്തെ കോളത്തിലാണ് വരുന്നത്. അപ്പോൾ 5 എന്ന് കൊടുത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് ജസ്റ്റ് ഫാൾസ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഏണിംഗ് എത്രയെന്നുള്ളത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. പ്ലസ് ഓക്കെ, അതിൻ്റെ ഏണിംഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ അവർ എന്തുകൂടി വേണം, നമുക്ക് SSN നമ്പർ കൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, SSN നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ വിലുക്കപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ടേബിൾ സെലക്ട് ചെയ്തു. ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. കോള ഇൻഡെക്സ് നമ്പർ എത്രാമത്തെ കോളത്തിലാണ് അത് വരുന്നത് നോക്കാം. നമുക്ക് 2ാമത്തെ കോളത്തിലാണ് അത് വരുന്നത്. എക്സ്ട്രാക്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഫാൾസ് എന്നും ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ അടിച്ചു.
അപ്പോൾ ഇത് മുഴുവനായിട്ട് ഈ സ്ക്രീനിൽ കൊള്ളാത്തതുകൊണ്ടാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിടുത്ത് കൂട്ടിയിട്ട് നമുക്കിത് ചെയ്യാം, അത് കൊടുക്കാം. പക്ഷേ നമുക്ക് ആൻസർ ഇതിൽ കാണുന്ന രൂപത്തിൽ നമുക്കിത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള തന്നെ നമുക്കിത് കാണുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മളിവിടെ വന്ന് മോർ നമ്പർ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുക. മോർ നമ്പർ ഫോർമാറ്റിൽ പോയതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്പെഷ്യൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങളെ കൺട്രി എന്നുള്ളത് ഇന്ത്യയാണ് കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ഇന്ത്യ മാറ്റി US എന്നുള്ളതിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടുന്ന് ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, US എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ SSN നമ്പർ എന്നുള്ള ഫോർമാറ്റ് നമുക്കിവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ കൊടുത്ത നമ്പർ എന്ത് ചെയ്യും, SSN ഫോർമാറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് സമ്മീഫ് വെച്ചിട്ടുള്ളതാണ്. ഹൗ മെനി അമൗണ്ട് ഏണിംഗ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര അമൗണ്ട് ഏൺ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, സം ഈഫ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് സം ഈഫ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് റേഞ്ച് എന്ത് ചെയ്യാം, ഈ ഭാഗം റേഞ്ച് എന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതിൻ്റെയാണോ കാണേണ്ടത് അത് ചേർക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ് കിടക്കുന്നത്, അത് നമുക്ക് മുഴുവനായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, അമൗണ്ട്, ഹൗ മെനി അമൗണ്ട് ഏണിംഗ്, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നമുക്ക് ഏതിൻ്റെയാണോ കാണേണ്ടത് അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് കാണേണ്ടത്, അപ്പോൾ ജസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടേണ്ട ഈ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഏത് ഭാഗത്തു നിന്നാണോ നമുക്ക് സം കിട്ടേണ്ട ആ റേഞ്ചും നമ്മളിവിടെ സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര അമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ലിസ്റ്റ് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി നമുക്കിത് അഡ്വാൻസ്ഡ് ആയിട്ട് VLOOKUP നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലിസ്റ്റിലായിട്ട് രൂപത്തിൽ ഈ എംപ്ലോയി ID നമുക്ക് ഇവിടുന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഭാഗം 3 സെലക്ട് ചെയ്തു. അതായത് എംപ്ലോയി ID എന്നുള്ള ഭാഗം 3 ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ഡാറ്റ എന്നുള്ള ടാബിൽ പോയാൽ നമുക്കിവിടെ ഒരു ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡാറ്റ വാലിഡേഷനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലിസ്റ്റ് എന്നാക്കി കൊടുക്കാം. സോഴ്സ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ സോഴ്സ് എന്നുള്ള ഈ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ആ എംപ്ലോയി ID കിടക്കുന്ന ആ ഭാഗം നമുക്ക് മുഴുവനായിട്ടും സെലക്ട് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്ത് വരും. അതിനുശേഷം ഇൻപുട്ട് മെസ്സേജിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അൺടിക്ക് ചെയ്യാം. അതേപോലെ എറർ അലർട്ടിലും നമുക്കിവിടെ വന്ന് അൺടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ അമർത്തുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ലിസ്റ്റിലുള്ള ഓരോ ഡാറ്റാസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഇതിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിലും ആ ലിസ്റ്റിലുള്ള ഡാറ്റാസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിലും ആ ലിസ്റ്റിലുള്ള ഡാറ്റാസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് VLOOKUP വെച്ചിട്ട് ഇവിടെ ഫസ്റ്റ് നെയിം എന്താണോ സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് നെയിം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ ഈക്വൽ ടു നമുക്ക് സെൻറ്റർ അലൈൻ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്, ഇവിടെ ഈക്വൽ ടു VLOOKUP എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് ചേർത്ത് കൊടുത്തു. ഇനി ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിൾ നമുക്കിതുപോലെ സെലക്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഓരോ തവണ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ വന്ന് ഈ ടേബിളിൻ്റെ ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിന് നമുക്കൊരു പേര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഫോർമുലയിൽ ഡിഫൈൻ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിൻ്റെ പേര് ഡാറ്റ എന്ന് കൊടുത്തു. ഈ പേര് തന്നെ ആവണമെന്നില്ല, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. എഗെയിൻ നമുക്കിവിടെ വന്ന് ചെയ്യാം, ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. അതേപോലെ ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തതിന് പകരം നമുക്ക് ആ ടേബിളിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക, ഡാറ്റ എന്ന് ചേർത്ത് കൊടുത്തു. കോളൻ ഇൻഡെക്സ്, അപ്പോൾ നെയിം എന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ ഭാഗത്താണ് വരുന്നത്, അത് ചേർത്ത് കൊടുത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഫാൾസ്
ചേർത്ത് കൊടുത്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓരോ എംപ്ലോയി ഐ ഡി നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അതിനോടനുബന്ധിച്ചുള്ള ആ പേരായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഏത് എംപ്ലോയി ഐ ഡി ആണോ കൊടുക്കുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള ആ പേര് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതിന്ന് ഏത് എംപ്ലോയി ഐ ഡി ആണോ നമ്മൾ സെലക്ട് ചെയ്തത് അതിൻ്റെ പേരായിരിക്കും നമുക്ക് ഇവിടെ വരിക. അതേപോലെ SSN നമുക്ക് കറക്റ്റായിട്ട് ആ നമ്പർ ഡിസ്പ്ലേ ചെയ്യാൻ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തു, ഹോമിൽ പോയി, അതിനുശേഷം നമുക്കിവിടെ വന്ന് മോർ നമ്പർ ഫോർമാറ്റിൽ പോയി, അതിനുശേഷം ഇവിടെ വന്ന് സ്പെഷ്യലിൽ പോയതിന് ശേഷം സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അപ്പോൾ വി ലുക്കപ്പ് എന്നെഴുതി ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമൻറ്റ് ടു ടേബിൾ അറേ എന്നുള്ളിടത്ത് നമ്മൾ ടേബിളിൻ്റെ പേര് ഡാറ്റ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എത്രാമത്തെ ഡാറ്റാസാണോ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുത്തു. മൂന്നാമത്തെ കോളത്തിലുള്ള ഡാറ്റാസാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. എക്സ്ട്രാ ടു മാച്ച് വരാൻ ഇവിടെ വന്ന് ഫാൾസ് എന്നും ചേർത്ത് കൊടുത്തു. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഈ ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു. ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ ടേബിളിൻ്റെ പേര് ഡാറ്റ എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ എത്രാം കോളം ഇൻഡെക്സ് ആണോ വേണ്ടത് അത് ചേർത്തു. നമ്മളിവിടെ 4th കോളത്തിലാണ് വേണ്ടത്. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൾസ് എന്നും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് നമുക്ക് ഇവിടെ നിന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് ചേർത്തു. ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് ടേബിളിൻ്റെ പേര് കൊടുത്തു. അതേപോലെ കോള ഇൻഡെക്സ് നമ്പർ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ 1 2 3 4 5 5th കോളാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ നമ്മളിവിടെ വന്ന് ഫാൾസ് എന്നും ചേർത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ഡേറ്റ്. അപ്പോൾ ഡേറ്റ് ഫോർമുലയും നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ജനറലിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡേറ്റ് ഫോർമാറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആ ഡേറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അതേപോലെ തന്നെ ഏണിങ്ങും. അപ്പോൾ ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് ചേർക്കുക. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ ടേബിളിൻ്റെ പേര്, അതേപോലെ തന്നെ നമുക്ക് എത്രാമത്തെ കോളാണ് വേണ്ടത് അത് ചേർത്തു. 6th കോളാണ് വേണ്ടത്. അതേപോലെ എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഫാൾസും ചേർത്ത് കൊടുത്തു. പക്ഷേ നമ്പർ നമുക്കിവിടെ കൊടുത്തു, പക്ഷേ അതിൻ്റെ കൂടെ RS അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇത് കറൻസി എന്നുള്ള ഫോർമാറ്റ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കറൻസി സിമ്പിൾ കൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഒന്ന് കണ്ടതിന് ശേഷം നമ്മളെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഈ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ഇതിൽ വാല്യൂ ഒന്നുമില്ലാത്ത അത് നമുക്ക് തുടർന്നൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ വന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഫസ്റ്റ് കോളത്തിൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഇത് ഒഴിവാക്കാനുള്ളത് നമുക്ക് തുടർന്ന് വരുന്ന ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ വന്ന് ഡ്രാഗ് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഏത് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുമ്പോൾ ആ എംപ്ലോയീസിന് നേരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓരോ എംപ്ലോയിനെയും നമ്മളിവിടുന്ന് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇതുപോലെ മാറി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിപ്പോയി. കുറച്ച് അധികം കാര്യം തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ തന്നെ ഈ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഫയലിൻ്റെ ലിങ്ക്, അതായത് ഇതെങ്ങനെ ചെയ്യേണ്ട ലിങ്ക്, അതായത് ഈ ഫയലിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയും ഈ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.